എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 90-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. കപട ബ്രാഹ്മണനിന്ദ്രൻ ഉടനപ്പോളോതിയിടിനാൻ, തെളിവേതും നൽകാം ഞാനും അടുത്ത നാളിൽ. ഉദിച്ചിടും മുമ്പേ മുനി വസിക്കുന്ന സ്ഥലം പാർത്താൽ നമുക്ക് കണ്ടുപോന്നിടാം പശുഹത്യയും. നേത്രങ്ങളിൽ കാണും നേരം സ്തോത്രീയത്തിൽ കാളുമേറെ ഗോത്രവാസി നമുക്കാകെ ബോധ്യമായിടും. കപടന്റെ ഗിരം കേട്ട് തെളിവുകൾ കണ്ടിടുവാൻ ഉടജമ്പൂകിനാർ മുനി ഉണരും മുമ്പേ. പതിവ് പോൽ ബ്രാഹ്മേ മുനി ഉണർന്ന കർമ്മങ്ങളെല്ലാം തെളിവോട് ചെയ്താൻ മഹാതപസ്വി ധന്യൻ. അർഘ്യാദികളെ ഗീവന്യജ്വലിപ്പിച്ച് ഹോമത്തിനായി ചൊൽക്കൊണ്ടൊരു മഹാമുനി ഗൗതമൻ മുതാ. പാവകന്റെ തേജസ്സിങ്കൽ പാവനാം നവാക്ഷരി ഗൗതമനും തോരാതുരൻ ജപിക്കുന്നേരം. പുരൂഹതനൊരു ഗോവിൻ കപടരൂപവും പേറി മുനി തൻ്റെ അണയത്തായി അടുത്തു ചെമ്മേ. മലമൂത്രം ഹോമാഗ്നിയിലുടനുടൻ പൊഴിച്ചവർ സ്രുവങ്ങളും ദ്രവ്യങ്ങളും തകർത്തു ചാടി. പൂജാപുഷ്പങ്ങളും തിന്നു ഹോമകുണ്ടവും തകർക്കുവാൻ പൂർണ്ണമോദത്തോട് ഗോവ് ചാടിയിടുന്നേരം. വലം കൈയാൽ മഹാമുനി പശുവിനെ തള്ളി നീക്കാൻ ചെറുതായി കരമൊന്നു നീട്ടിയിടുന്നേരം. കപടകോ ഉടൻ വീണ കാലും കൈയും അടിച്ചഹോ. മിഴികളും ചാവുന്ന പോൽ തുറച്ചു നോക്കി. മാഴ്കി മാഴ്കി രോദനങ്ങൾ മുഴക്കുന്ന പശുവിനെ ഭൂസുരന്മാർ രക്ഷിച്ചിടാനടുത്തു ചെന്നാർ. കരുണാവാരിധി ശാസ്താപദാസനാകും മുനി മനതാരിൽ നിരൂപിച്ചാൻ ഭഗവാനെയും. ഒരു നേരം വിചാരിക്കലുടൻ നേരിലണയുന്നോൻ ദുരിതാപഹാരി ദേവൻ മമ ദൈവവും. നിമിഷാർത്ഥമുള്ളിൽ മുനി ഉള്ളമെല്ലാം അറിയിച്ചാൻ സമസ്ത ലോകേശൻ മഹാകരുണാസിന്ധു. കഴിഞ്ഞതെല്ലാമേ ഉള്ളിലറിഞ്ഞതി കോപം പൂണ്ട് ശപിച്ചാൻ ഇന്ദ്രനെ ഹുങ്ക് ശമിച്ചുമേവാൻ. എനിക്കേറ്റം പശുഹത്യ ചുമത്തുവാൻ തുനിഞ്ഞോനെ, നിനക്ക് വന്നിടും പാപം ദുരിതമേറും. ഭവിക്കട്ടെ 2 ബ്രഹ്മഹത്യയ്ക്കൊപ്പം പാപങ്ങളും ശപിച്ചിടുന്നേൻ നിന്നെയും മതിക്ക മൂലം. കുടിലനാന്യെയും മുന്നമഹല്യെ നശിപ്പിക്കാൻ കടുതാങ്കർമ്മങ്ങൾ നന്നായി നിനച്ചോനല്ലേ. ഭവിക്കട്ടെ മമ ദൈവം ശാസ്താവിൻ്റെ കോപം സർവം തവിച്ചിടട്ടെ നീയും നിൻ വംശവുമെല്ലാം. അതിശേഷം മുനിശ്രേഷ്ഠനുജന്മാരെ നോക്കിച്ചൊന്നാൻ, ഗതിയാകാ നിങ്ങൾക്കൊന്നും നെറികൊട്ടോരെ. പരമാർത്ഥം ഗ്രഹിയാതെ പരദ്രോഹം ചുമത്തുവാൻ ചടുലരായി നിങ്ങൾ ചെയ്ത കെടുകർമ്മത്താൽ ഗുരുത്വദോഷവുമേറി ഗുഹാവാസം ലഭിച്ചുടൻ അസുരരായി ഭവിക്കട്ടെ മമ ശാപത്താൽ. ഒരു തരം ഖേദമേറി ഗുരുത്വഹീനരാം വിപ്രർ മുനിപാദങ്ങളിൽ വീണാർ കരുണയ്ക്കായി. മുനിവര ഗുരുവര മഹാഗുരു ഭഗവാന്റെ പരമഭക്തനാം ദാസ ശരണമേകൂ. അറിവേറാതപരാധം തുടർന്നോരസമർത്ഥനെ പരിതാപം പോക്കി ഭവാൻ കരുണയേകൂ. പരബ്രഹ്മ സേവ ചെയ്യും ഭവൽക്കർമ്മങ്ങളെയെല്ലാം പരിഹസിച്ചോരാ ഞങ്ങൾ പരമഹീനർ. ഉലകാകെ കെടുതിയിലാഴുമ്പോൾ അഭയങ്ങൾ അരുളിയ ഗുരുനാഥ കൃപയേകണേ. പരമകാരുണ്യം കാട്ടും പരമദയാലോ ഇപ്പോൾ അടിയരിൽ പരിതാപം വരുത്തിയിടൊല്ലേ. കൂറുഹീനന്മാരെ വേഗം കൂറേറുന്ന ഭവാനിപ്പോൾ ശാപമോക്ഷമേകി പാരം കാത്തുകൊള്ളേണേ. ജയ ജയ മുനികുല തിലകമേ മഹാത്മനെ, ജയ ജയ പരമേശ മഹാശാസ്താവേ. തവപാദസേവാരതനായ മുനിസത്തമനെ ഭവപാശമേശി ഞങ്ങൾ പരിഹസിച്ചാർ. ഭവരോഗ കുടുക്കിലാക്കുവാൻ ഇന്ദ്രൻ ശ്രമം ചെയ്താൻ. ഭവശോകാഗ്നിയിൽ വീണാരടിയങ്ങളും ഭവനാശമരുളേണേ ഭഗവാനെ മഹാപ്രഭു. മുനി തന്നാൽ അനുഗ്രഹം കനിഞ്ഞിടേണേ. കലികാലത്തുലകിടും അധികമേറിടും താപം കളഞ്ഞിടും ഭഗവാനെ കരുണയേകൂ. ജയ ജയ ഭൂതനാഥ ജഗദീശ മഹാപ്രഭു, അടിയരിലകതാരിന്നഴിഞ്ഞിടേണേ. 14 ഭുവി ഉള്ളം നിറച്ചിടും ഭഗവാനെ, തവദാസൻ തെളിയുവാൻ വരമേകണേ. ശരണമാളുവാൻ തൻ്റെ ചരണത്തിൽ വീണിടുന്ന ധരണീദേവരെ നോക്കി മുനിയോദിനാൻ. പരിതാപം കളഞ്ഞിടൂ പരബ്രഹ്മരൂപികളെ, പരമമാന്നവാക്ഷരി ജപിച്ചുകൊള്ളൂ. ഭഗവാൻ ധർമ്മശാസ്താവൻ കൃപ കൊണ്ടു ഞാനും നിങ്ങൾക്കഭയങ്ങളേകാൻ ഹേതു പരിണമിച്ചു. തലകളിൽ ലിഖിതമാം വരകളെ മായിച്ചു കൊള്ളുവാൻ ഭഗവാനെന്നെ ആർക്കും കഴിവതില്ലേ. ഭഗവാനൻ മനോവാസം രമിച്ച് ചെയ്വതു മൂലം പരിചോടോതിരാം ഇപ്പോൾ ശാപമോക്ഷവും. പരിഭ്രമമേതും വേണ്ട ഭഗവദ്ദാസരായി മേവൂ. ഭവിച്ചിടട്ടെ തുജരായി കലിയിൽ നിങ്ങൾ. ജലകഷ്ടം വരൾച്ചയും പെരുത്ത ദോഷങ്ങളെല്ലാം ജ്വലിച്ചു പോമിപ്പോൾ നിങ്ങൾ സുഖമായി വാഴൂ. കലികാലം ധരണിയിൽ ദ്വിജന്മാരായിടും നിങ്ങൾ പരമാർത്ഥം പഠിക്കുവാൻ ശ്രമിച്ചുകൊള്ളൂ. ദ്വിജരായി മേവിലും അല്പമസുരത്വം പിരിയാതെ ദുരിതമേറ്റിയിടുവാനായി ഭവിച്ചിടുമേ.
അതുകാലം മഹിയിലെ തിലകമായി പ്രശോഭിക്കും മരതകപ്രഭതൂകും ഭാരതം തന്നിൽ മഹിമയേറിയിടും പുണ്യസ്ഥലമാം മലയാഴത്തിൽ ശിവഗുരു ഒരു വിപ്രൻ സൂചിച്ചു വാഴും. അവനതി ശിവഭക്തൻ സകല സദ്ഗുണങ്ങൾക്കും വിളനിലമാകും പുണ്യപുരുഷനാകും. അവനുടെ സുതനായി പുരാന്തകൻ ജനിച്ചിടും അവന് നാമമോ മഹാശങ്കരനെന്നും. ശുദ്ധിയേറ്റാൻ ഉലകത്തിൽ തത്വമദ്വൈതത്തെ കാട്ടാൻ ബദ്ധനാകും ഗുരുവാകും ശങ്കരൻ മുത. ആദരത്താടുലകത്തിൽ ജഗദ്ഗുരുവെന്നും ചൊല്ലും വേദേതിഹാസങ്ങൾ ഭാഷ്യം ചമയ്ക്കുമവൻ. ശിവഗുരു സുതനവൻ ശിവസൂനു ഭഗവാന്റെ പരമഭക്തനായിട്ടും ലസിച്ചിടുമേ. പരമശ്രീ ഗുരുവാകും ഭഗവാൻ ആദിശങ്കരൻ പരമമാശ്രുതി ഭാഷ്യം ചമയ്ക്കുന്നതിൽ. പരമമായി പരബ്രഹ്മമരുൾ ചെയ്യും പൊരുളുകൾ ജഗദ്ഗുരു നന്നായി ചേർക്കും ധരിച്ചുകൊള്ളുക. അസുരത്വമണയുന്നതണഞ്ഞുകൊള്ളുവതിനായി ശ്രുതിഭാഷ്യമെന്ന് നിങ്ങൾ പഠിച്ചിടേണം. ചതുർവേദപ്പൊരുളാകും ശ്രുതിഭാഷ്യമുലകത്തിൽ ചതുരമായ അഖിലർക്കും പ്രകാശമേവും. പരദൈവം ഭൂതനാഥൻ കനിയുമ്പോൾ അസുരത്വവും ഭവിക്കുമോ മനക്കാമ്പിൽ നനച്ചുകൊള്ളൂ. തപസ്വീ ഗൗതമനേവം ദ്വിജേന്ദ്രന്മാരോടായോതി പരബ്രഹ്മസേവയെങ്കിൽ രമിച്ചു നന്നായി. മുനിശാപം ഗ്രഹിച്ചോരു മഹീസുരന്മാരും മോതാൽ നവാക്ഷരി പവിത്രമായി ഉരച്ചാരപ്പോൾ. കലിയുഗമിത് കാലം അസുരവാസനയേറും മഹീസുരന്മാരും ചിലർ വസിച്ചിടുന്നു. മുനിശാപാൽ ഇത് കാലം അസുരത്വം ഭവിക്കുന്നോർ അവനീലധർമ്മങ്ങൾ നനച്ചിടുന്നു. പദവി മോഹിച്ച് നന്നായി മതിയിൽ കാംക്ഷയുമേറ്റി ചലമിഴിമാരോടൊത്തു രമിക്കുമിവർ. കളവേറെ പറയുന്നു, കാഠിന്യങ്ങൾ ചെയ്തിടുന്നു, ശമം ദമം കരുണകൾ വിഗണിക്കുന്നു. കുളിക്കുകയും വേദങ്ങളെ പഠിക്കുകയും ചെയ്യാതിവർ തനിക്ക് താനെന്നായി ഉള്ളം നനച്ചിടുന്നു. ഭജിക്കുകയുമില്ല എന്നെ കഠിനമാം കർമ്മങ്ങളാൽ മുടിച്ചിടുമെല്ലാം മിക ദുജന്മാരാമിവർ. തമോ ഗുണപ്രധാനരായി അധർമ്മങ്ങൾ ചെയ്തു വാഴും നരന്മാർക്കൊക്കുമേ ഇവർ ധരിച്ചുകൊള്ളൂ. നന്മയാളങ്കരങ്ങളാൽ തിന്മയിവർ ചെയ്തിടുമ്പോൾ ഇമ്മഹിയിൽ കഷ്ടകർമ്മം നിറയുമത്രേ. വിപ്രാങ്കനസന്യം നൽകിൽ ക്ഷിപ്രം പൂണോധരിക്കയിൽ വിപ്രനായിടുമോ സ്വത്താം കർമ്മമന്യേ. അന്നദാനപ്രഭുവിൻ്റെ പ്രസാദമാം അന്നങ്ങളെ ദ്രവ്യമാളാനിവർ വിത്തുവിത്തമാക്കിയിടും. വിശപ്പിനായി വിളമ്പേണ്ടോർ അന്നങ്ങളെ വിറ്റിടുന്നോർ നശിപ്പിക്കും വിപ്രത്വവും ഭുവനം തന്നിൽ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.